ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാപ്പിച്ചിനോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. മിക്കവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. അതിൻ്റെ ഒരുപാട് വീഡിയോയും യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്നാലും കാപ്പിച്ചിനോൻ്റെ എൻ്റേതായിട്ടുള്ള മെത്തേഡ് കൂടി നിങ്ങൾ കണ്ടു നോക്കണേ. പിന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എൻ്റെ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചിക്കൻ കേക്ക്, ചിക്കൻ മയോനൈസ് കേക്ക്, കുനാഫ, സ്പെഷ്യൽ ഫിഷ് ഫ്രൈ, അതുപോലെ എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോയിലെ ക്യാരറ്റ് ഹൽവ പുഡിംഗ്, പിന്നെ ചിക്കൻ നൂഡിൽസ് കേക്ക്, ഇതെൻ്റെ അനിയത്തി ഉണ്ടാക്കിയ ഫോട്ടോ എനിക്ക് അയച്ചു തന്നതായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ തേങ്ങ ചേർക്കാത്ത മീൻ കറി, ഇതൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എന്നെ നേരിട്ടറിയാത്ത വേറെ ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ റെസിപ്പികൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ അത് കമൻ്റായിട്ടൊന്ന് എഴുതിയിരുന്നെങ്കിൽ എനിക്കത് വളരെ ഹെൽപ്ഫുള്ളാകും. കമൻറ്റ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കാനുള്ള പ്രേരണയാകും, എനിക്കതൊരു പ്രോത്സാഹനവും ആകും. ഫോട്ടോ കൂടി FB മെസ്സഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ അയച്ചു തരികയാണെങ്കിൽ വലിയ സന്തോഷം. ഞാനതെൻ്റെ വീഡിയോയിൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയിക്കുമല്ലോ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 1 കപ്പ് കാപ്പിച്ചിനോ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ കോഫി പൗഡർ നിങ്ങൾക്ക് എത്രയാണോ കടുപ്പം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ നല്ല ചൂട് വെള്ളവും ചേർത്ത് സ്പൂണോ കോഫി ബീറ്ററോ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കോഫി ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവും. സത്യത്തിൽ സ്പൂൺ തന്നെയാണ് കൂടുതൽ നല്ലത്. ഇത് ഇരട്ടിപ്പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബീറ്റർ കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ടാണോന്ന് അറിയില്ല. ഇതിൻ്റെ മുകളിൽ നല്ല പോലെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് കറങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറായി കിട്ടിയാലും മതി. ഇനി ഞാനിത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കാം. പാല് ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ ചൂടാക്കിയാൽ മാത്രം മതി, പാല് തിളക്കരുത്. തിളക്കുന്ന തൊട്ട് മുന്നേയുള്ള ആ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയാണ് ട്വിസ്റ്റ്. ആ പാല് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഗ്ലാസ് ബോട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കളർ കാണുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, പക്ഷെ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൽ ചൂടുള്ളത് ഒഴിച്ചാൽ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഇനി നമുക്കത് മൂടിയതിന് ശേഷം നല്ല പോലെ ഒന്ന് കുലുക്കണം. നമ്മുടെ പാലിന് പതം നന്നായി കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ചെറുതായി ഒന്ന് ക്രീമി ടെക്സ്ചർ വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം അത് കുലുക്കുന്നോ അത്രയും അത് ക്രീമിയും ആകും, നല്ല പതയും വരും. പിന്നെ ഇങ്ങനെ കുലുക്കും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് അതിൻ്റെ എയർ കളയണം. നമ്മുടെ പാല് തിളച്ചിട്ടില്ലെന്നേ ഉള്ളൂ, നല്ല ചൂടുണ്ട്. അത് മൂടി വെച്ച് കുലുക്കുമ്പോൾ അതിനുള്ള പ്രഷർ കൂടിയിട്ട് ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അത് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഗ്ലാസ് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് പാല് തികയാതെ വന്നു. അപ്പോൾ ഞാൻ പാല് കുറച്ചുകൂടെ ചൂടാക്കി ബോട്ടിലാക്കി കുലുക്കിയിട്ട് പിന്നെ ചേർത്തു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്വീറ്റ് ആൻഡ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ മധുരമുള്ളത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് കാപ്പിച്ചിനോ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് വേണ്ടി കോഫി പൗഡർ ഒരിക്കലും ഇടരുത്. അങ്ങനെ ഇട്ടാൽ നല്ല കയ്പുണ്ടാക്കും കോഫി കുടിക്കുമ്പോൾ. നമ്മൾ ബീറ്റ് ചെയ്ത കോഫിയുടെയും പഞ്ചസാരയുടെയും ആ ക്രീമി മിക്സ് മുകളിൽ ചേർക്കാതിരിക്കുന്നതാവും നല്ലത്. അതിൽ പാല് മിക്സ് ആക്കാത്തത് കൊണ്ട് കയ്പ് തന്നെയാവും ഉണ്ടാവുക. ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കാപ്പിച്ചിനോ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. മിക്കപ്പോഴും യുണീക്കായിട്ടുള്ള റെസിപ്പികൾ ഇടാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. പക്ഷേ ഇതുപോലത്തെ കോമൺ ആയിട്ടുള്ള റെസിപ്പികൾ ഇടുമ്പോൾ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് കാപ്പിപ്പൊടിക്ക് പകരം ചായപ്പൊടി ചേർക്കാൻ പറ്റില്ലല്ലോ. ക്ഷമിക്കണം. ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ട സാമ്പാർ പോലത്തെ കോമൺ റെസിപ്പികൾ ഇടുമ്പോൾ വരുന്ന ചിലരുടെ കമൻ്റാണ് അങ്ങനെ പറയാൻ കാരണം. ബാക്കിയുള്ളവർക്ക് വിഷമം തോന്നരുത് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലിങ്കൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.